നമസ്കാരം, സുബൽ സാറാണ്. നമ്മുടെ +2 പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു മനസ്സാണ് കുട്ടികളുടെ. മീൻസ് ആകെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഇനി വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചുള്ള പേടി, എഴുതി കഴിഞ്ഞ എക്സാംസിനെ കുറിച്ചുള്ള ഒരു പേടിയുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ആദ്യമായിട്ടുള്ള സംഭവം തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇത്രയൊക്കെ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 എക്സാംസ് മീൻസ് ഫിസിക്സും കെമിസ്ട്രിയും, ഈ 2 എക്സാംസിന്റെയും മോഡൽ എക്സാം കുട്ടികൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവര് അതിന് പ്രകാരം പബ്ലിക് എക്സാമിനൊക്കെ പഠിച്ചു വന്നത്. നമ്മുടെ ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ ഈ രീതിയിൽ കൂടെ വേണം ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ച് പബ്ലിക് എക്സാമിന് എത്താൻ. അതാണ് നമ്മൾ സാധാരണ ഒരു മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മോഡലുമായിട്ട് ഒരു ബന്ധമില്ലാതെ കുറെ ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ വന്നത്. ഇതിൻ പ്രകാരം കുട്ടികൾക്കുണ്ടായ വിഷമങ്ങൾ പലതാണ്. എന്ന് പറഞ്ഞാൽ അവർ ജയിക്കുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതും ഏകദേശം ഒരു 90% കുട്ടികൾക്ക്. 10% ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ കുറേ കുട്ടികളായിട്ട് സംസാരിച്ചതിന്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു 10% കുട്ടികൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നില്ല. അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഫസ്റ്റ് നോക്കുമ്പോൾ അങ്ങോട്ട് ആദ്യം ചിലപ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വായിച്ചു വന്നാൽ എഴുതാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ ഒരു എൻട്രൻസ് ലെവലിലോട്ടും ഒക്കെ ഹൈ ലെവലിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസുകൾ പലതും മാറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വായിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത്രത്തോളം വായിച്ച് ചെയ്യാനുള്ള കഴിവ് എത്ര കുട്ടികൾക്ക് കാണും? അതൊരിക്കലും നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ മെജോറിറ്റി ഒരു 90% കുട്ടികൾക്കും ഇത് നോക്കുമ്പോൾ നന്നായി ടഫായിരുന്നു. ഇതിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ നോക്കുമ്പോൾ കെമിസ്ട്രിയാണ് ടഫായിട്ട് ഒത്തിരി കുട്ടികൾ പറയുന്നത്. ഇപ്പോൾ അത് കുറേ വർഷമായിട്ട് അത് വരുന്നുണ്ട്, ഈ കെമിസ്ട്രി എക്സാം നന്നായിട്ട് ടഫാകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. 2, ഇത് വായിച്ചെടുത്ത് പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഇത്രയും ടഫാകുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ രീതി എന്ന് പറഞ്ഞാൽ വായിക്കുക അങ്ങനത്തെ സംഭവങ്ങളില്ല. ഒരു എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രീതിക്കുള്ള മൈൻഡായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് പക്ഷേ നമുക്ക് പഠിക്കേണ്ട രീതികളൊന്നും മാറിയിട്ടില്ല. പഴയ പോലെ തന്നെ പഠിച്ചെടുത്ത് വായിച്ചെടുത്ത് എഴുതേണ്ട എക്സാംസ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസുകൾ. അപ്പൊ എന്തായാലും എക്സാം ടഫായി എന്നുള്ളത് സത്യമാണ്. ഇനി എന്തിന്റെ പേരിലാണേലും അതിനൊരു റിസൾട്ട് നന്നായില്ലെങ്കിൽ കുട്ടികളുടെ റിസൾട്ട് വളരെ മോശമാവാൻ ഭയങ്കര സാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഇട്ടുകൊണ്ടാണ് ഇനി മാത്സ് എക്സാം എഴുതാൻ പോകുന്നത്. അതോടെ ഈ പരിപാടിയാണെങ്കിൽ പിന്നെ കഴിഞ്ഞു. 3 എക്സാംസ് കൂടെ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് ഇവരെന്ന് പൊങ്ങി അടുത്ത് നല്ലൊരു എക്സാം മീൻസ് എൻട്രൻസിനൊക്കെ പോകും. അപ്പൊ എന്തായാലും വരാൻ പോകുന്ന എക്സാമെങ്കിലും നന്നായിട്ട് മീൻസ് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിയാൽ നല്ലതായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് ഇപ്പൊ സമയമുണ്ട് മാത്സ് പഠിക്കാൻ, പക്ഷെ പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് വന്നെങ്കിലേ അറിയുള്ളൂ. കാരണം അവർ കുറെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നല്ലതായിട്ട് പഠിച്ചിട്ട് ഇപ്പം മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യനൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ലാതെ കുറെ ക്വസ്റ്റ്യൻസുകൾ പുതുതായിട്ട് വന്നാൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ആലോചിച്ച് എന്തുമാത്രം എഴുതാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഈ അവസ്ഥ ഒന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ ഇനി റിസൾട്ടോടെ വരണം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു വാല്യുവേഷൻ എന്തെങ്കിലും ഒരു ലിബറൽ ആയിട്ടുള്ളത് വന്നില്ല എങ്കിൽ കുട്ടികളുടെ മനസ്സ് തന്നെ ആകെ മടുത്തു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകരുത്. എന്തായാലും നന്നായിട്ട് കുട്ടികൾ ഇനിയുള്ള ദിവസങ്ങൾ ഉള്ള എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വരും എന്ന് നമുക്ക് ശുഭ പ്രതീക്ഷയിൽ നിർത്താം. ഓക്കെ, ഇതിന്റെ പേരിൽ ആരും കൂടുതൽ ടെൻഷൻ അടിച്ച് എക്സാം വരാൻ പോകുന്നതിനും കൂടെ മോശമാക്കല്. കാരണം ചിലപ്പോൾ നമുക്ക് വരുന്ന എക്സാം നന്നായിരിക്കാം, പക്ഷേ നമ്മൾ പേടിച്ച് കുറെ പഠിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. കോൺഫിഡൻസോടുകൂടി ധൈര്യമായിട്ട് മക്കളെ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന എക്സാം ഒക്കെ അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകും. ഇനി ഈ കഴിഞ്ഞ എക്സാംസിനെ കുറിച്ചൊന്നും നമ്മൾ വിഷമിക്കേണ്ട. അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ടഫാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് അതിനനുസരിച്ച് തന്നിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊന്നും നിങ്ങളോടൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം പല കുട്ടികളും ഒത്തിരി കുട്ടികൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു 90% കുട്ടികൾക്കും നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഈ രണ്ടും പറഞ്ഞത്. വെറും 10% കുട്ടികൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും വന്ന എക്സാംസിനെ കുറിച്ച് ഇനി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വിഷമിക്കേണ്ട. മുന്നോട്ടുള്ള എക്സാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.